ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി കോർണറിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ സാമൂഹ്യശാസ്ത്രം ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. 2 വർഷമായി കോവിഡ് കാരണം പരീക്ഷകളൊന്നും നടക്കാത്തത് കാരണം 2019-20 കാലയളവിലെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2 മണിക്കൂറാണ് കൂട്ടുകാർക്ക് സമയം ലഭിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. 1. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. 2. തന്നിട്ടുള്ള 8 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി. 3. തിരഞ്ഞെടുക്കുന്ന 6 പ്രവർത്തനങ്ങളിലെ എ, ബി എന്നിങ്ങനെ നൽകിയിട്ടുള്ള എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി കൂട്ടുകാർ ഇതുപോലെയുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്നതിനെപ്പറ്റി കൂട്ടുകാർക്ക് ഏകദേശ രൂപം ലഭിക്കും. ഞാൻ ചോദ്യങ്ങൾ മാത്രമേ വായിച്ചു തരുന്നുള്ളൂ. ഉത്തരങ്ങൾ കൂട്ടുകാർ സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ കൂട്ടുകാരുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ പരീക്ഷ വളരെ ഈസിയായി എഴുതാനും കഴിയും. പ്രവർത്തനം 1. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എ. ചില ഗ്രഹങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഗ്രഹം ഏതെന്ന് കണ്ടെത്തി സവിശേഷതകളെ പട്ടികപ്പെടുത്തൂ. ഏറ്റവും വലിയ ഗ്രഹം, വലയങ്ങളുള്ള ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം, നഗ്നനേത്രങ്ങൾ കൊണ്ടു കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം, 12 വർഷം കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രഹം എന്നുള്ളിടത്ത് ഗ്രഹങ്ങളുടെ പേരെഴുതുക. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ഗ്രഹത്തിനാണ് ആ സവിശേഷതകളുള്ളത് എന്ന് താഴെ എഴുതുകയാണ് വേണ്ടത്. ഓപ്ഷൻ ബി. നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂട്ടുകാർക്ക് അറിയാമല്ലോ. അതാണ് അവിടെ എഴുതേണ്ടത്. പ്രവർത്തനം 2. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം. ബ്രാക്കറ്റിൽ ധർമ്മം എന്നുണ്ട്. എ. ധർമ്മം എന്ന നയത്തിൻ്റെ ആശയങ്ങൾ എന്തെല്ലാം? ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി. ഏതു മതമാണ് ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകനെ പ്രേരിപ്പിച്ചത്? ഇതിനുള്ള 2നുള്ള ഉത്തരങ്ങൾ എഴുതണം. പ്രവർത്തനം 3. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. എ. ഗംഗാ സമതലത്തിലൂടെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ സഞ്ചരിക്കാനിടയുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. അത് എഴുതുകയാണ് വേണ്ടത്. ബി. പ്രാചീന കാലം മുതൽ ഗംഗാ സമതലം ജനവാസ കേന്ദ്രമാണ്. കൃഷിക്കനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഇതിനിടയാക്കിയ ഒരു വസ്തുത. എന്തെല്ലാമാണ് ഇവിടുത്തെ കൃഷിക്കനുയോജ്യമായ സാഹചര്യങ്ങൾ? കൂട്ടുകാർക്കറിയാമല്ലോ. അതാണ് എഴുതേണ്ടത്. പ്രവർത്തനം 4. സൗരയൂഥത്തിലെ അംഗമായ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചുവല്ലോ. നാം വസിക്കുന്ന ഭൂമിയും ഒരു ഗ്രഹമാണ്. എ. ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കുന്നതിന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ IAU അംഗീകരിച്ചിട്ടുള്ള ഗ്രഹനിയമങ്ങൾ ഏതെല്ലാം? ബി. ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സി. ഭൂമിയോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? പ്രവർത്തനം 5. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മൂന്നിൽ 2 ഭാഗവും ജലമാണ്. എ. അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതെല്ലാം? ബി. സമുദ്രങ്ങൾ മനുഷ്യർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രയോജനപ്രദമാണ്. സമുദ്രങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? കുറഞ്ഞത് 3 എണ്ണമെങ്കിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം 6. പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെടുന്നു. ഇവ തിണകൾ എന്നു വിളിക്കപ്പെട്ടു. എ.
കേരളത്തിലെ പാലക്കാട് ജില്ലയ്ക്ക് ആ പേര് ലഭിച്ചത് ഏത് തിണയുമായി ബന്ധപ്പെട്ടാണ്? ബി. കുറിഞ്ചി പ്രദേശങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്തിരുന്ന വിള ഏത്? സി. സംഘകാല കൃതികളിൽ നിന്നാണ് തിണകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. തിണകളെക്കുറിച്ച് സംഘകാല കൃതികളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? കുറഞ്ഞത് 3 എണ്ണമെങ്കിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം 7. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. എ. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അനുകൂലമായ ഘടകങ്ങൾ ഏവ? ബി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിൽ കാണപ്പെടുന്നു? അതിനുള്ള കാരണമെന്ത്? പ്രവർത്തനം 8. വിശാലമായ സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന കരഭാഗങ്ങളാണ് വൻകരകൾ. തന്നിട്ടുള്ള രൂപരേഖയിൽ താഴെ കൊടുത്ത സൂചനകളുടെ അടിസ്ഥാനത്തിൽ വൻകരകളെ അടയാളപ്പെടുത്തുക. എ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വൻകര. ബി. ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള വൻകര. സി. എസ്കിമോകൾ വസിക്കുന്ന വൻകര. ഡി. കങ്കാരുകൾ കാണുന്ന വൻകര. ഇ. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത വൻകര. താഴെ കൊടുത്തിരിക്കുന്ന രൂപരേഖയിൽ എ മുതൽ ഇ വരെയുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, പരീക്ഷയുടെ മോഡൽ മനസ്സിലായല്ലോ. കൂട്ടുകാർ പാഠങ്ങൾ നന്നായി വായിക്കുകയും അതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുകയും വേണം. കൂട്ടുകാർക്ക് വളരെ ഈസിയായി പരീക്ഷ എഴുതാൻ കഴിയും.